ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഈ കിണവ ചിക്കൻ തോരൻ വയ്ക്കും പോലെ എങ്ങനെ വയ്ക്കണമെന്ന് നമുക്ക് നോക്കാം. അതിന് ഞാൻ ഈ കിണവയെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് അവിച്ച് എടുക്കാം. ഞാനിവിടെ കിണവ തോരൻ വയ്ക്കാനായിട്ട് ഒരു മുറി തേങ്ങ തിരുവി എടുത്തിട്ടുണ്ട്. ഒരു സ്പൂണ് മുളക് പൊടി, ഒരു സ്പൂണ് ഗരം മസാല, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി പെരിഞ്ചീരകം, പട്ട, ഏലം, ഗ്രാമ്പ് അതെല്ലാം ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ ഇത്തിരി കരിവേപ്പില. ഇത്രയും നമുക്ക് ചേർത്തൊന്ന് മണൽ പരുവത്തിന് വറുത്തെടുക്കാം. തേങ്ങയും ഈ മസാലകളെല്ലാം മണൽ പരുവത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. മണൽ പരുവെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നമ്മളെടുക്കുമ്പം ഇങ്ങനെ പൊടിഞ്ഞു പോകും. കണ്ട, ഇതാണ് നമ്മൾ മണൽ പരുവെന്ന് പറയുന്നത്. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞത് പതിവായിപ്പോയി. പിന്നെ ഇതിനാവശ്യമുള്ള ചെറിയ ഉള്ളി എടുത്ത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കിണവ നല്ലവണ്ണം ഞാൻ തനിയെ അവിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളിയും ഇത് പച്ചമുളകും കൂടെ ഒന്ന് വസക്കിയെടുക്കാം. ഉള്ളി വതക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇത്തിരി ഇഞ്ചി പൂണ്ട് പേസ്റ്റ് ഇത് കുറേ നിറച്ച് വെച്ചിട്ടുണ്ട്. അതുമൊത്ത് നമുക്കിതൊന്ന് നന്നായി വതക്കി കൊടുക്കാം. അടുത്ത് നമുക്ക് ഈ മസാല ഒന്ന് പൊടിച്ചെടുക്കാം. ഈ സ്റ്റേജിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചില്ല, പൊടിച്ചാണ് എടുത്തത്. നമുക്ക് ഈ കിണവയെ ഒന്ന് ഈ വെള്ളത്തിൽ നിന്ന് വാങ്ങി മാറ്റാം. എല്ലാം അരിച്ചെടുക്കാം. നമുക്ക് ഇത് നല്ലവണ്ണം ഉള്ളി ഒന്ന് അടങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ കിണവയെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉപ്പെല്ലാം നമ്മൾ കിണവയിൽ പിടിക്കട്ടെ. ഇത് നല്ലവണ്ണം ഇവിടെ വതങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിന് ഈ മസാല ഇതിൽ ഇട്ട് കൊടുക്കാം. പൊടിച്ച് വെച്ചിരുന്ന നമ്മൾ മസാല ഇട്ട് ഇതൊന്ന് നല്ലവണ്ണം ഇളക്കാം. കിണവ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ ഇത് ഒരെണ്ണം ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിൻ്റെ അരപ്പും ചേർന്ന് നമ്മളെടുത്ത് കഴിക്കുമ്പം ഇത് സൂപ്പറാണ്. ഒരു ചിക്കൻ്റെ മണവും സൂപ്പറായിരിക്കും. നിങ്ങൾ ഒരിക്കൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.